ഉയ്യൻ്റെ പൊന്നും മക്കളെ, നമ്മളെ കണ്ണൂർ ഇത്രയും അടിപൊളി ലൈറ്റ് ഹൗസ് ഉണ്ടായിട്ട് ഞാൻ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടാ. സത്യം പറഞ്ഞാൽ വലിയ നഷ്ടം അത്. അതിമനോഹരമായ കാഴ്ചകൾ, കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ തരുന്ന ഒരു സ്ഥലം. ഇതുപോലുള്ള സ്ഥലങ്ങൾ കാണാത്തത് കൊണ്ടായിരിക്കും ഞാൻ ഇത്രയും പറയുന്നുണ്ടാവും കേട്ടാ. അഞ്ചും ഞാനും ശ്രുതിയും ചോട്ടും കൂടി ഏട്ടാ പോയിന്. അതിമനോഹരമായ കാഴ്ചകൾ എന്നെല്ലാം പറഞ്ഞാൽ എൻ്റെ അമ്മ പറഞ്ഞ കുറഞ്ഞു പോകും, അത്ര അടിപൊളിയാണ്. എന്തായാലും ഇതിൻ്റെ മോളെന്ന് പിന്നെ ഒന്നും പറയാനില്ല. ഇതിനെപ്പറ്റി ഞാൻ ആധികാരികമായിട്ട് അറിയില്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. 1903 ഈ ലൈറ്റ് ഹൗസ് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതൊരു കണ്ടോൺമെൻറ്റ് ഏരിയ കേട്ടോ. പണ്ട് കപ്പലുകൾക്ക് സുരക്ഷിത മാർഗം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ലൈറ്റ് ഹൗസുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. പണ്ടൊക്കെ ഇത് പാരാഫിൻ ഓയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറി അഡ്വാൻസ് ടെക്നോളജി ആയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നോക്കി പഠിച്ചതാട്ടാ, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കുറേ വീഡിയോസൊക്കെ എടുത്ത് എന്ത് കാറ്ററിയാം, ഒരു ഭയങ്കര പോസിറ്റീവ് ഫീൽ ചെയ്യുന്നു. ഇവിടുന്ന് താഴോട്ട് നോക്കി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അന്നേരം എനിക്ക് അത്ര ഫീൽ ചെയ്തില്ല. ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് എന്തോ ഒരു സാധനം ഇങ്ങനെ തരിച്ച് കയറുന്നു, എന്താ ചെയ്യുക. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് 90s ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ വരുന്നൊരു സ്ഥലത്തേക്കാണ്. നമ്മുടെ സ്വന്തം കണ്ണൂർ കോട്ട. ഈ 90s കണക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം ഏറ്റവും കൂടുതൽ ടൂർ വന്ന സ്ഥലം ഇത് തന്നെയാണ് കേട്ടോ. എല്ലാ കൊല്ലവും ഏടിയാ ടൂർ എന്ന് പറഞ്ഞാൽ കണ്ണൂർ കോട്ട എന്തായാലും അതിലുണ്ടാവും. ആ ലിസ്റ്റിൽ ഫസ്റ്റ് വരുന്ന സ്ഥലം ഇത് തന്നെയായിരിക്കും. പക്ഷേ എത്ര വന്നാലും മടുക്കില്ല. കുറേ കുട്ടികൾ അവിടെ വന്നിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും ഇതുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഇതാണ് ചോട്ടു. എല്ലാ വീഡിയോസും എടുത്തത് അവളാണെങ്കിലും എല്ലാ വീഡിയോസിലൊന്നും അവളില്ല കേട്ടോ. അങ്ങനെ ഞാനും ചോട്ടും അഞ്ചും ശ്രുതിയും കൂടി അതിമനോഹരമായ കണ്ണൂരിൻ്റെ എല്ലാ ഭാഗങ്ങളും കണ്ടിങ്ങനെ പോയി. പിന്നെ കാർത്തിക ഹോട്ടലിൽ പോയി നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ച്. ശ്രുതി ബിരിയാണി വാങ്ങി, അവസാനം അത് തലയിൽ കെട്ടേണ്ട അവസ്ഥയല്ല, അതിന് ഫുള്ളൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ സ്റ്റുഡിയോ പോയി കുറച്ചധികം സാധനങ്ങളും വാങ്ങി. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിനോടൊക്കെ ടാറ്റ ബൈ ബൈയും പറഞ്ഞ് തിരിച്ച് നേരെ നാട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.